ജനാധിപത്യപരമായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും മറ്റു കാര്യങ്ങളും നടക്കണം, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഡിഗ്നിഫൈഡ് ജോബ്സ് ഫോർ ദി യങ് പീപ്പിൾ എങ്ങനെ ഈ രാജ്യത്ത് തന്നെ സൃഷ്ടിച്ചെടുക്കാം എന്നുള്ളത്. ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ എക്കോസിസ്റ്റം കുറച്ചുകൂടെ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ മേ ബി ഒരുപാട് കുട്ടികൾ ഇന്ത്യയിലേക്ക് പഠിക്കാൻ വരുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. പലപ്പോഴും നമ്മൾ ബ്യൂറോക്രസി കാണുന്നത് എന്താണ്, സിനിമകളിൽ കാണുന്നത് പോലെ ഒറ്റയാൾ പോരാട്ടങ്ങളുടെ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഹീറോയിസത്തിന്റെ ഒരു ഇടമായിട്ടാണ്. ഡൽഹി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആസ്പിറൻസ് ഫെസിലിറ്റീസിലൊന്നാണ് തിരുവനന്തപുരം. അക്ഷരം കൂട്ടി വായിക്കാൻ തുടക്കം മുതൽ തന്നെ കുട്ടികൾക്ക് പത്രം വായിക്കാൻ കൊടുക്കുന്നത് നല്ലൊരു കാര്യമാണ്. ഇപ്പൊ നമ്മളൊന്നും ആദ്യമേ തന്നെ അന്താരാഷ്ട്ര വാർത്തകൾ വായിച്ചിട്ടല്ല ഞാൻ പത്രം വായിച്ചു തുടങ്ങി. ഉദാഹരണങ്ങൾ മനുഷ്യനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളല്ല, ഒരേ ഒരു ഘടകമാണ്. ജീവിതത്തിൽ വിജയിച്ച മനുഷ്യരെ കുറിച്ച് അറിയാൻ നമുക്കൊക്കെ കൗതുകമുണ്ടാകും. അങ്ങനെ ഒരു മനുഷ്യനാണ് ഇന്ന് നമ്മൾ മീഡിയയിൽ എങ്ങനെ വിജയിക്കാം എന്ന പ്രോഗ്രാമിൽ നമ്മോടൊപ്പമുള്ളത്. സിവിൽ സർവീസ് പരീക്ഷയിൽ 271 റാങ്കും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയിൽ 2ാം റാങ്കും നേടിയ സിദ്ധാർത്ഥൻ ജോയാണ് ഇന്ന് നമ്മുടെ അതിഥി. UPSC പരീക്ഷയ്ക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരുപാടുണ്ട്. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് വർധനവ് അതിൽ വന്നിട്ടുണ്ട്. അപ്പം UPSC ആണ് തൻ്റെ സ്വപ്നമെന്നും ഇതാണ് എൻ്റെ വഴിയെന്നും തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ സ്കൂൾ കാലഘട്ടങ്ങളിൽ നമ്മൾ ഒരുപാട് പേരെ കാണുന്നുണ്ട്. ഈ സിവിൽ സർവീസ് റാങ്ക് ലിസ്റ്റുകൾ വരുന്നു. പ്രത്യേകിച്ച് ഒരു 2014 ഞാൻ 10ൽ പഠിക്കുമ്പോഴാണ് അന്നത്തെ റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് 4ൽ 3 പേരും മലയാളികൾ വരികയും അപ്പോൾ പരീക്ഷയ്ക്ക് വലിയ രീതിയിലുള്ളൊരു വിസിബിലിറ്റി നമ്മുടെ ഈ കേരളത്തിൽ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ഡെഫിനറ്റ്ലി ഒരു ചേഞ്ചിങ് മൊമെൻ്റ് ആയിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഈ കോമ്പറ്റീഷൻസിന് ക്വിസ് കോമ്പറ്റീഷൻസിൽ പ്രസംഗം ഡിബേറ്റിനൊക്കെ പോകുമ്പോൾ അവിടെ മുന്നേ ഉണ്ടായിരുന്ന സീനിയേഴ്സൊക്കെ പല പോയിന്റിലും UPSC ആണ് ഡ്രീം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈവൻ നമ്മുടെ ജഡ്ജസ് ആണെങ്കിലും കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പറയും സിവിൽ സർവീസസ് എ ഗുഡ് കരിയർ ഓപ്ഷൻ ഫോർ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഈ പറയുന്ന ക്വിസിങ്, ഡിബേറ്റിംഗ്, പബ്ലിക് സ്പീക്കിംഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതായിരുന്നു ഒരു ബേസിക് സീഡ് ഓഫ് തോട്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ പിന്നീട് കോളേജിലേക്ക് വരുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ഒരു ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റേറിയൻ ടെൻഡൻസീസ് ഒക്കെ വരും. അപ്പോൾ വ്യവസ്ഥിതി ഇതാണ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ. അപ്പം പിന്നെ നമ്മൾ വീണ്ടും ആലോചിക്കും ഈസ് ബ്യൂറോക്രസി എ ഗുഡ് കരിയർ ഓപ്ഷൻ. പക്ഷേ പിന്നീട് ഒരു പോയിന്റിൽ നമ്മൾ തിരിച്ചറിയും എങ്ങനെയാണ് ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഇതൊരു ഗ്ലാമറസ് കരിയർ ഓപ്ഷൻ എന്നുള്ള നിലയിലല്ല, മറിച്ച് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ പറ്റുന്ന എന്നാൽ അതേപോലെ തന്നെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ഒരു വിസിബിലിറ്റിയും മൊബിലിറ്റിയുമുള്ള ഒരു ജോബ് എന്നുള്ള നിലയിലായിരുന്നു പിന്നീട് ഞാനിതിനെ കണ്ടത്. അപ്പോൾ ആ ഒരു തരത്തിൽ കോളേജ് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാണ് ഞാൻ ഈ ഒരു സിവിൽ സർവീസ് പരീക്ഷ എഴുതണമെന്നും അല്ലെങ്കിൽ ഇത് വിജയിക്കണമെന്നുള്ള രീതിയിലേക്ക് ഒരു ഗൗരവപരമായിട്ടുള്ള ഒരു ചിന്ത വരുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ കലാലയത്തിന് വലിയ പങ്കുണ്ട്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയൊരു ഓറിയന്റേഷൻ ഉണ്ടായതിൽ കോളേജിന് വലിയ പങ്കുണ്ട്. അപ്പം എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്വാധീനം, ഏതൊക്കെ തരത്തിലാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഓർമ്മയുള്ള 1-2 കലാലയ ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും കോളേജ് ഇസ് എ വെരി ഡെഫിനിറ്റീവ് ആൻഡ് ഡിസൈഡിങ് ഫാക്ടർ കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിലും. കോളേജ് സ്കൂൾ മുതൽ തന്നെ ഞാനിവിടെ ചിന്മയ സ്കൂൾ വഴുതക്കാടാണ് +2 വരെ പഠിച്ച്. പിന്നീട് ഇവാന്യൂസിലായിരുന്നു ഡിഗ്രി, പിന്നെ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ PG PhD അങ്ങനെയാണ്. അപ്പോൾ ഓരോ ഇടങ്ങളും ഓരോ രീതിയിലാണ്. സ്കൂള് വളരെ ബേസിക് ആയിട്ട് കുറേ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സ്പോഷർ തന്നൊരു ബേസിക്സ് സെറ്റ് ചെയ്യായിരുന്നു. കോളേജിൽ വന്നപ്പോഴാണ് കുറച്ചുകൂടെ എന്താ പറയുക, നമ്മൾ ഈ അറിയുന്ന കാര്യങ്ങളല്ല, പുസ്തകങ്ങളുടെ ബിയോണ്ടുള്ള കുറേ അണ്ടർസ്റ്റാൻഡിങ്സ് അല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള അല്ലെങ്കിൽ വാട്ട് ഇസ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ റിയാലിറ്റീസിനെ കുറിച്ചൊക്കെയുള്ള ഒരുപാട് ഡിസ്കഷൻസ്, ഒരുപാട് എന്താ പറയണ്ടേ, ഒരുപാട് ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള ഇത് വന്നിട്ടുള്ളത് ഇവാന്യൂസിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ്. പിന്നീട് PGക്ക് ചെന്നപ്പോൾ അത് കുറച്ചുകൂടി അക്കാഡമിക് ആയിട്ടുള്ള ഒരിടമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ പറഞ്ഞ പോലെയാണ് ഒരു ബേസിക് ഫൗണ്ടേഷൻ, പിന്നീട് അതിൻ്റെ ഒരു മെച്യൂറിങ് സ്റ്റേജ്, പിന്നീട് അതിനെ വളരെ അക്കാഡമിക് ആയിട്ടുള്ള ഒരു ലെവലിൽ നോക്കിക്കാണാൻ ഈ 3 സ്റ്റേജസും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി കോളേജിൻ്റെ ലൈഫിലെ ഓർമ്മകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, ഞാൻ എക്സാമിലേക്ക് വരാൻ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സീനിയർ ഗോകുലേട്ടന് വേണ്ടി എക്സാമിൻ്റെ സ്ക്രൈബ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ പരീക്ഷ ആദ്യമായിട്ട് ടെക്നിക്കലി ആ പരീക്ഷ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ, ക്വസ്റ്റ്യൻ പേപ്പർ കാണാനൊക്കെ ഉള്ള ഒരു അവസരം ഉണ്ടാകുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും കോളേജിലെ ഈ ഒരു മൂവ്മെൻറ്റിലേക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് കലാലയ ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇവാന്യൂസിൽ ഇവാനോ ഫെസ്റ്റ് നടത്തിയിട്ടുള്ളൊരു വർഷമാണ്. കാരണം നമ്മൾ അതുവരെ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്നതൊക്കെ പലപ്പോഴും പല സപ്പോർട്ടോടുകൂടി, സ്കൂളിലൊരു പരിപാടി ചെയ്താൽ സ്കൂളിൻ്റെ സപ്പോർട്ടോടുകൂടി. പക്ഷേ ഇവാനോ ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് സ്റ്റുഡൻസ് ആയിട്ട് നേരിട്ട് ചെയ്യണം. അപ്പോൾ സ്പോൺസർഷിപ്പ് എടുക്കാൻ പോയിട്ട്, പിരിക്കാൻ പോയിട്ടുണ്ട്, ഇതിൻ്റെ മീഡിയ വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രോഗ്രാംസ് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ഓർഗനൈസിങ് അല്ലെങ്കിൽ ഒരു ഇംപ്ലിമെൻറ്റിങ് രീതിയിൽ നമ്മൾ ആദ്യമായിട്ടൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ അത് തീരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ട്, നമ്മളൊരു കാര്യം എടുത്ത് ചെയ്തു എന്നുള്ളത്. അതാണ് എൻ്റെ മനസ്സിൽ
ഇന്ന് വരെയും ഉള്ള ഏറ്റവും എന്താ പറയുക മനോഹരമായിട്ടുള്ളൊരു കലാലയ ഓർമ്മ. ഇപ്പം ഈ സ്കൂൾ കാലഘട്ടങ്ങളിൽ ഒരുപാട് ക്വിസ് മത്സരത്തിനും ഡിബേറ്റ് പോലെയുള്ള പ്രസംഗ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ അവിടെ എത്തിപ്പെടുന്നുണ്ട്. അപ്പം പല വിദ്യാഭ്യാസ രീതികളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും കടന്നു വരുന്ന നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളെ നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് തോന്നിയിട്ടുള്ള വലിയൊരു ചേഞ്ച്, അല്ലെങ്കിൽ പിന്നീട് ഇപ്പം ഇങ്ങനൊരു ബ്യൂറോക്രസിയുടെ ഭാഗമാകുന്ന സമയത്ത് അതിലൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നൊരു മാറ്റത്തിനെ കുറിച്ച് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? എനിക്ക് തോന്നിയിട്ടുള്ള ഈ ഒരുപാട് ആൾക്കാരുമായിട്ട് ഇടപഴകിയിട്ടുള്ളതുകൊണ്ട്, സംസാരിച്ചിട്ടുള്ളത് കൊണ്ട്, അങ്ങനെ സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു കൂട്ടായ്മയിൽ നമ്മൾ നിൽക്കേണ്ടത് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ബ്യൂറോക്രസി കാണുന്നത് എന്താണ്, സിനിമകളിൽ കാണുന്നത് പോലെ ഒറ്റയാൾ പോരാട്ടങ്ങളുടെ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഹീറോയിസത്തിൻ്റെ ഒരു ഇടമായിട്ടാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. ദിസ് ഇസ് എ സിസ്റ്റം. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി കൂട്ടുക, ഡെമോക്രസി എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണ് ബ്യൂറോക്രസിയുടെ ലക്ഷ്യം. അപ്പോൾ നമ്മളൊരു ടീമായിട്ട് നിൽക്കുമ്പോൾ അവിടെ ഒരുപാട് ആളുകളുണ്ടാവും, പല തരത്തിലുള്ള ഡിഫറൻസസിൽ നിന്ന് വരുന്ന ബഹുസ്വരമായിട്ടുള്ളൊരു ഇടമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഏത് സർവീസ് എടുത്തു കഴിഞ്ഞാലും ഒരു വളരെ ലിമിറ്റഡായി പറയുകയാണെങ്കിൽ സൂക്ഷ്മമായ തലത്തിൽ നമ്മളുടെ ഒരു ഓഫീസ് മുറിയിൽ പലതരത്തിലുള്ള ആളുകളുണ്ടാവും. ഇനി അതിൻ്റെ ഏറ്റവും സ്ഥൂലമായ തലത്തിൽ ഒരു സമൂഹത്തിൽ നമ്മൾ ഇടപെടുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഈ ഇടപെടുന്ന ആളുകളുടെ വൈവിധ്യങ്ങളെ മനസ്സിലാക്കി ഇതിനെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ, എന്നാൽ ഒരുമിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ നമ്മുടെ ലക്ഷ്യം എന്താണോ, നമ്മുടെ കർമ്മം എന്താണോ, അതിനെ സാക്രിഫൈസ് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റണം. അങ്ങനെ ഒരു ആഗ്രഹം, ഞാനിത് പറ്റുന്ന ഒരാളാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം ആദ്യമേ തന്നെ മനസ്സിൽ കൊണ്ടുവന്നതിൽ ഈ പ്രസംഗ മത്സരങ്ങൾ അല്ലെങ്കിൽ ബാക്കി എങ്ങനെയൊക്കെ നമ്മളൊരു സോഷ്യലൈസേഷൻ, ഒരു സാമൂഹികവൽക്കരണം എവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം നമുക്ക് തോന്നിയിട്ടുള്ളത് പലതരത്തിലുള്ള ആളുകളുമായിട്ടാണ് നമ്മൾ ഇടപെടുന്നത്. പക്ഷേ ആ പലതരത്തിലുള്ള ആളുകളെയും ഒരുമിച്ച് ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ് ഏതൊരു പൊളിറ്റിക്സിലായാലും ബ്യൂറോക്രസിയിലായാലും ഒരു ക്ലാസ് മുറിയിലായാലും അത് ലീഡ് ചെയ്യുന്ന ഒരാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവുക വിത്തൗട്ട് സാക്രിഫൈസിങ് ഓർ കോംപ്രമൈസിങ് ദി പ്രൈമറി പർപ്പസ് ഓഫ് ദാറ്റ് സിസ്റ്റം. വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ജേണിയാണല്ലോ ഇപ്പം അതിൻ്റെ ഒരു റിസൾട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ജേണിയിൽ ഡെയിലി റുട്ടീനുകൾ സെറ്റാക്കുന്ന സമയത്ത് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരുപാട് ഫേസുകളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഡെയിലി റുട്ടീൻ ഇന്ന രീതിയിലുണ്ടോ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പം ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആസ്പിരൻസിനൊക്കെ കുറച്ച് അവർക്ക് കൊടുക്കാൻ പറ്റുന്നൊരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഡെയിലി റൊട്ടീൻ ഉണ്ടാക്കിയിട്ടുള്ള ആൾ ഞാനാണ്. കാരണം ഒരെണ്ണം ഉണ്ടാക്കും, അത് ഫോളോ ചെയ്യാൻ പറ്റില്ല, പിന്നെ പുതിയത് ഉണ്ടാക്കും. ആ ഒരു രീതിയിൽ ഏതാണ്ട് 4 വർഷം ഞാൻ 4 വർഷമായി അറ്റംപ്റ്റ് തുടങ്ങിയ, 2021 മുതൽ 26 വരെ ഒരു 5 വർഷത്തെ നീണ്ട ഒരു പ്രക്രിയയായിരുന്നു ഇത്. പക്ഷേ ഈ പോയിന്റിൽ അങ്ങനെ ഒരു റെഗുലർ റൊട്ടീൻ അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരാളുമല്ല ഞാൻ. കുറച്ച് ഡിസോർഗനൈസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ വരിക. ബട്ട് സ്റ്റിൽ എന്ന് പറഞ്ഞ് കംപ്ലീറ്റ്ലി ഒരു കയോസാണെന്ന് ഞാൻ പറയുന്നില്ല. ബിക്കോസ് എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊരു ഐഡിയ എനിക്കുണ്ടാവും, അത് മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കും. ആൻഡ് ഞാൻ ഏറ്റവും ലാസ്റ്റ് ഫേസിൽ അല്ലെങ്കിൽ ഇത് കിട്ടണം അല്ലെങ്കിൽ വേറെ വഴിയില്ല എന്നുള്ള രീതിയിലേക്ക് ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് നാരോ ഡൗൺ ചെയ്ത സമയത്ത് ഞാൻ കുറച്ചുകൂടെ ഡെയിലി റൊട്ടീനൊന്നും അല്ല, ഞാൻ കുറച്ച് ലേറ്റ് സ്ലീപ്പ് ലേറ്റ് വേക്കപ്പ് കൈൻഡ് ഓഫ് പേഴ്സൺ ആണ്. അപ്പം ഞാൻ ആ ഒരു സമയത്തിനനുസരിച്ച് രാവിലെ ഒരു 10 മണി തൊട്ട് രാത്രി ഒരു 2 മണി വരെയുള്ള സമയമാണ് എനിക്ക് ഉള്ളതെന്ന് എനിക്കറിയാം. അപ്പോൾ ആ സമയത്തിൽ ചെയ്യേണ്ട ഒരു 6-7 ടാസ്കുകൾ അത് ഞാൻ എല്ലാ ദിവസവും ലിസ്റ്റ് ചെയ്യുമായിരുന്നു. അതിനകത്ത് ഈ പറഞ്ഞ പോലെ പഠിക്കുക എന്നുള്ള മാത്രമല്ല, ചിലപ്പോൾ ടെസ്റ്റ് എടുക്കുക എന്നുള്ളതായിരിക്കും, ചിലപ്പോൾ വായിക്കുക എന്നുള്ളതായിരിക്കും, ചിലപ്പോൾ ജിമ്മിൽ പോകുക എന്നുള്ളതായിരിക്കും, ചിലപ്പോൾ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എൻ്റെ PhD ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അതർ ദാൻ UPSC റീഡിംഗ് ആയിരിക്കും. അങ്ങനെ ഒരു 7 കാര്യങ്ങൾ ഡെയിലി ചെയ്യണം എന്ന് ഞാൻ ലിസ്റ്റ് ചെയ്യും. അതിലൊരു 5-6 ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസത്തെ ഞാൻ സക്സസ്ഫുൾ ആയി എന്ന് സ്വയം കരുതും. എനിക്ക് തോന്നുന്നു നമുക്ക് പലപ്പോഴും ഇല്ലാതാവുന്നൊരു പ്രശ്നം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആസ്പിരൻസിൻ്റെ ഒരു പറയാനുള്ള കാര്യം അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവണം, അത് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. നമ്മൾ പ്ലാൻ ചെയ്യൽ മാത്രമേ ഉള്ളൂ. പ്ലാൻ ചെയ്തിട്ട് എല്ലാ ദിവസവും റിവ്യൂ ചെയ്യുക എന്നൊരു മെക്കാനിസം ഉണ്ട്. ഒന്ന് മോണിറ്റർ ചെയ്യുക, ഒന്ന് അക്കൗണ്ടബിൾ ആയിരിക്കുക. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ചെയ്തോ, അല്ലെങ്കിൽ നാളെ അതെങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം കൂടെ ആലോചിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഇത് ഒരേ പാറ്റേണിലൊന്നും പോകുന്നതല്ല. ചിലപ്പോൾ ഒരു ദിവസം രാവിലെ ചെന്നിരിക്കുമ്പോൾ എനിക്ക് അന്ന് ടെസ്റ്റ് എടുക്കാനായിരിക്കും രാവിലെ തോന്നുന്നു, അന്ന് ഞാൻ ടെസ്റ്റ് എടുക്കും. ചില ദിവസങ്ങളിൽ എനിക്ക് രാവിലെ അതായിരിക്കില്ല, വേറെ എന്തെങ്കിലും വായിക്കുക അല്ലെങ്കിൽ ഒരു നോവൽ വായിക്കുക എന്നുള്ളതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ നമ്മളൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസിൽ പോകണം എന്ന് ഞാൻ പറയില്ല. ബിക്കോസ് അങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധമുള്ള ആൾക്കാരുണ്ട്, അവരത് ഫോളോ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ചെയ്താലേ കിട്ടൂ എന്നൊന്നുമില്ല. ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പല വഴികളും പല രീതികളും ഉണ്ട്. അതിൽ നമ്മളുടെ സ്വഭാവത്തിന്, നമ്മളുടെ കോഗ്നിറ്റീവ് ആൻഡ് ഇൻ്റലക്ച്വൽ ക്യാപ്പബിലിറ്റീസിന്, ഇമോഷണൽ കോഷ്യൻറ്റിനൊക്കെ സ്യൂട്ടാവുന്ന മെത്തേഡ്സ് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കി സ്വയം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഒരു റൈറ്റ് മെത്തേഡ്. പലപ്പോഴും പറയാറുണ്ട് ഈ പത്രവായനയും അതുപോലെ തന്നെ കറണ്ട് അഫെയർസിലൊക്കെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം എന്നുള്ളത്. അത് ഒരു ഏത് പ്രായം മുതൽ അത് ശീലിച്ച് തുടങ്ങണം, അല്ലെങ്കിൽ ഇപ്പം ചെറുപ്പം മുതലേ UPSC സ്വപ്നം കാണുന്ന പല കുട്ടികളും ഉണ്ട്. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്?
ഞാൻ ഇപ്പോൾ UPSC സ്വപ്നം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, പത്രങ്ങൾ ഒന്ന് വായിച്ച് നമ്മളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു അടിസ്ഥാനപരമായ ഒരു അറിവും തിരിച്ചറിവും ഉണ്ടാക്കുക എന്നുള്ളത്. അതെനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഭരണഘടനയോട് നമ്മൾ ചെയ്യേണ്ട ഒരു അടിസ്ഥാനപരമായ ഉത്തരവാദിത്വമാണ്. പിന്നെ അത് ഏത് പ്രായം മുതൽ എന്നുള്ളത്, നമ്മൾ അക്ഷരം കൂട്ടി വായിക്കാൻ തുടക്കം മുതൽ തന്നെ കുട്ടികൾക്ക് പത്രം വായിക്കാൻ കൊടുക്കുന്നത് നല്ലൊരു കാര്യമാണ്. ഇപ്പം നമ്മളൊന്ന് ആദ്യമേ തന്നെ അന്താരാഷ്ട്ര വാർത്തകൾ വായിച്ചിട്ടല്ല ഞാൻ പത്രം വായിച്ചു തുടങ്ങി. ഞാൻ ആദ്യം ബാലരമ, കളിക്കുടുക്ക തുടങ്ങിയ ഇതാണ് വായിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് പത്രത്തിലാണെങ്കിൽ ആദ്യം സ്പോർട്സ് പേജുകളും പിന്നീട് സിനിമ പേജുകളും തന്നെയാണ് വായിക്കുന്നത്. പക്ഷെ അത് വായിച്ച് ഒരു എന്താ പറയണ്ടത്, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള വാർത്തകൾ കൂടെ വായിക്കാനുള്ള ഒരു താല്പര്യം കുട്ടികളിൽ ജനിപ്പിക്കുക. അതിന് ഇന്ന പ്രായം എന്നൊന്നുമില്ല. അവരെപ്പോഴാണ് വായിച്ച് അവർക്ക് അക്ഷരങ്ങളെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ വായിച്ച് അത് മനസ്സിലാക്കി എടുക്കാനുള്ളത് വരുമ്പോൾ തന്നെ അവർ വായിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇനി പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ മാത്രം ഒരു UPSC ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പത്രം വായിക്കുന്നതിന് ഞാൻ പറയുന്നത് കൺസിസ്റ്റൻസി ഈസ് എ മേജർ തിങ്. കാരണം നമ്മളൊരു വാർത്ത നിരന്തരം പത്രത്തിൽ കാണുമ്പോൾ നമ്മൾ പോലും അറിയാതെ അത് നമ്മുടെ ഉള്ളിലേക്ക് ലോഡ് ചെയ്യപ്പെടുകയാണ്. ഉദാഹരണത്തിന് ഞാൻ എല്ലാവരും പറയാം, കേരളത്തിലെ ചായക്കടകളിലെ ചർച്ചകളെ കുറിച്ച് നമ്മൾ പലയിടങ്ങളിലും പഠനങ്ങൾ നടക്കാറുണ്ട്. ഈ ചായക്കടകളിൽ ഇരിക്കുന്ന അപ്പൂപ്പന്മാരൊന്നും പത്രം വായിച്ച് നോട്ട് എഴുതിയല്ല അവർ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചോ സെലൻസ്കിയെ കുറിച്ചോ സംസാരിക്കുന്നത്. അവർ നിരന്തരം പത്രം വായിക്കുന്നത് കൊണ്ട് തന്നെ ഈ നോട്ട് എഴുതാതെ അല്ലെങ്കിൽ പത്രത്തിൽ നിന്നുള്ളത് പഠിക്കാതെ തന്നെ അവരിതിൻ്റെ തുടർച്ചകളെ മനസ്സിലാക്കുന്നവരാണ്. നൈരന്തര്യമുണ്ട് വാർത്തകളുടെ. ഒരേ വാർത്തയുടെ ഇപ്പം നമ്മൾ US ഇറാൻ പ്രശ്നം തുടങ്ങുന്ന സമയം മുതൽ ഇന്ന് വരെയുള്ള പത്രം നിരന്തരം വായിച്ച ഒരാൾക്ക് ഒരു നോട്ടിൻ്റെ ആവശ്യമില്ലാതെ തന്നെ അതിനെക്കുറിച്ച് 1 മണിക്കൂറോളം സംസാരിക്കാൻ പറ്റും. കാരണം അത് പത്രത്തിൽ നിരവധി ദിവസം വരുന്ന, നേരത്തെ പറഞ്ഞതുപോലെയുള്ള പല വീക്ഷണകോണിൽ നിന്നുള്ള ആശയങ്ങളെ അവർ മനസ്സിലാക്കുന്നുകൊണ്ടാണ്. ആ നൈരന്തര്യമാണ് ശരിക്കും നമ്മൾ ഒരു ആസ്പിരൻറ്റിന് വേണ്ടത്. പക്ഷെ നമുക്ക് പലപ്പോഴും അതിന് പറ്റാറില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം ദിവസങ്ങളിൽ പത്രം വായിക്കാൻ ശ്രമിക്കുക. പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ നോട്ട് ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഇപ്പോൾ സ്കൂൾ സ്റ്റുഡൻസിനോടാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ അവരോട് ഞാൻ പത്രം വായിക്കാൻ പറയും, അല്ലാതെ നോട്ട് ഉണ്ടാക്കണം എന്നൊന്നും ഞാൻ പറയാറില്ല. കോളേജിലുള്ള ആൾക്കാരാണെങ്കിൽ ഞാനൊരു ഇത് പറയുന്നത് വെച്ചാൽ, നിങ്ങൾ പത്രം വായിക്കണം, പക്ഷേ സിവിൽ സർവീസിൻ്റെ അല്ലെങ്കിൽ UPSC പരീക്ഷയുടെ സിലബസ് നോക്കി അതിൽ റെലവൻ്റ് ആയിട്ട് വരുന്ന വാർത്തകൾ പ്രത്യേകം തിരഞ്ഞെടുത്ത് കൂടുതൽ ശ്രദ്ധയോടെ വായിക്കാനൊരു ഒരു ശ്രമം കൂടി നടത്തണം എന്ന് പറയും. ഇതല്ല, പരീക്ഷ എഴുതുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായും സിലബസ് നോക്കണം, മുൻവർഷത്തിലെ ചോദ്യപേപ്പറുകൾ നോക്കണം, ചോദ്യം വരാൻ സാധ്യതയുള്ള വാർത്തകൾ വ്യക്തമായി വായിച്ച് അതിൽ നിന്ന് ഏതൊക്കെ കാര്യങ്ങളെക്കുറിച്ചാണ് ചോദ്യം വരുന്നത് അത് സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് പറയാറ്. അല്ലാതെ ചില ഇടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു കമ്പൈലേഷൻ, ഒരു 500 പേജ് ബുക്ക് വാങ്ങിച്ചിട്ട് ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് മൊത്തം, അതൊരു പ്രായോഗികമായ ഒരു രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രായോഗികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്ന് നമ്മൾ ഈ പറയുന്നത് പോലെ ആഴത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഡെഫിസിറ്റ് ഉണ്ട്. കാരണം അവിടെ നമ്മൾ ഈ പറയുന്ന പോലെ മൊത്തത്തിൽ ആ വാർത്തയെ മനസ്സിലാക്കുന്നില്ല. ജസ്റ്റ് ഒരു ക്യാപ്സ്യൂൾ മാത്രം നോക്കുന്നത് കൊണ്ട് പലപ്പോഴും UPSC പോലെ ഒരു വിശകലനാത്മകമായ പരീക്ഷകൾ നമുക്കത് കൊണ്ടുവരുന്നതിൽ ലിമിറ്റേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ പത്രം വായിക്കുക, അതിനോടൊപ്പം നമുക്ക് ചില ദിവസങ്ങളിൽ പത്രം വായിക്കാൻ പറ്റാതിരിക്കും, ചില ദിവസങ്ങൾ അതിൽ നിന്നുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റാതിരിക്കും. അപ്പോൾ അതിലെ ഗ്യാപ്പുകളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് ഈ പറഞ്ഞതുപോലെയുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഡൽഹി ഇൻ്റർവ്യൂവിൽ തകഴിയെ ടാക്സി പിള്ള എന്ന് പറയുന്നൊരു രസകരമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മറ്റെന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് ഈ പറഞ്ഞ പോലെ തകഴിയുടെ ഇത് വരുന്നത് ശരിക്കും ഡൽഹിയിലെ റിയൽ ഇൻ്റർവ്യൂവിലല്ല, അതൊരു അക്കാഡമിയുടെ മോക്ക് ഇൻ്റർവ്യൂവിലാണ് വന്നത്. പിന്നെ ഒരുപാട് രസകരമായ അനുഭവങ്ങൾ പലയിടങ്ങളിലും. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും ഇൻ്റർവ്യൂ തീർന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഞാൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഇറങ്ങിപ്പോയി. പിന്നെ അവർ വിളിച്ച് അങ്ങനെയൊന്നുമല്ല, അങ്ങനെയൊന്നും പാടില്ല, നമ്മൾ അവരോട് ചോദിച്ചതിന് ശേഷം സാർ ക്യാൻ ഐ ലീവ്, അല്ലെങ്കിൽ അവർ പറഞ്ഞതിന് ശേഷം മാത്രമേ ഇറങ്ങാവൂ എന്നൊരു ഇതുണ്ടായിട്ടുണ്ട്. പിന്നെ ശരിക്കുള്ള ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോഴാണെങ്കിലും എന്നോട് ആദ്യം ഞാൻ ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നതിന് മുന്നേ തന്നെ എന്നോട് പറഞ്ഞത് ഒരു വിഷയം തരാം, അതിനെക്കുറിച്ച് പ്രസംഗിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ അതൊരു രസകരമായ അനുഭവമായിരുന്നു. കാരണം ഞാൻ സംസാരിച്ച് തുടങ്ങുന്നതിനനുസരിച്ച് ബോട്ട് ചെയർ ഇൻ്റർവ്യൂവിൻ്റെ ടോപ്പിക്സ് മാറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ റിലേഷൻസിനെ കുറിച്ച്, മാനേജിങ് ദ നെയ്ബർഹുഡിനെ കുറിച്ച്, ഇന്ത്യ പാക് റിലേഷനെ കുറിച്ച്, അങ്ങനെ ടോപ്പിക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ഒരു 2 to 3 മിനിറ്റ് സമയത്തിനുള്ളിൽ ഈ 4 ഘടകങ്ങളെക്കുറിച്ച് മാറി മാറി എന്നെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഫോർ ദി ഓൺലി ഫാക്ട് ദാറ്റ് ഞാൻ എൻ്റെ ഹോബിയിൽ പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് ഡിബേറ്റിംഗ് വെച്ചിട്ടുണ്ട്, അച്ചീവ്മെൻറ്റ്സിൽ ഇതേപോലുള്ള കോമ്പറ്റീഷൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, UPSCയുടെ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഈ യൂഷ്വലി കാണുന്ന ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു ചോദ്യോത്തര പരിപാടിയല്ല, അതൊരു പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. എങ്ങനെയൊക്കെയാണ് നമ്മളുടെ വ്യക്തിത്വം നമുക്ക് അവിടെ പ്രകടിപ്പിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മൾ പ്രഷർ സിറ്റുവേഷൻസിനെ കോൺഫിഡൻറ്റോടുകൂടി എന്നാൽ അതേസമയം വളരെ ഹ്യൂമിലിറ്റിയോടുകൂടി ഒരു വളരെ വളരെ ലളിതമായും
എന്നാൽ അതേസമയം ആത്മവിശ്വാസത്തോടും കൂടെ എളിമയോടുകൂടിയൊക്കെ നമുക്ക് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക. ദർ ഇസ് എ 5 സീനിയർ ബ്യൂറോക്രാറ്റ്സ് ഓർ അക്കാഡമിഷ്യൻസ് വിൽ ബി ഇൻ അവർ ഫ്രണ്ട്. അപ്പോൾ 5 പേര് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, ചോദ്യം എന്ന് ഞാൻ പറയില്ല, അവർ നടത്തുന്ന കോൺവെർസേഷനോട് വളരെ ആക്റ്റീവായി നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അത് പലപ്പോഴും ഈ പറയുന്ന പോലെ രസകരമായി, ചിലപ്പോൾ അതിൽ തമാശകളുണ്ടാവാം, അവർ നമ്മളെ ഒന്ന് ചെറുതായിട്ട് കളിയാക്കാം, നമുക്ക് ചിലപ്പോൾ തിരിച്ചും വളരെ ചെറിയ രീതിയിലുള്ള തമാശകളൊക്കെ പറയാനായിട്ടൊക്കെ പറ്റുന്ന സ്കോപ്പുകൾ ഒരുപാട് ഇൻ്റർവ്യൂസിൽ വരാറുണ്ട്. അപ്പോൾ വളരെ രസകരമായ അനുഭവങ്ങളായിരുന്നു. മിക്ക ഇൻ്റർവ്യൂകളും അങ്ങനെ തന്നെയാണ്. ചിലയിടങ്ങളിൽ മാത്രമേ ഉള്ളൂ വളരെ ടൈറ്റായിട്ട്, ചിലപ്പോൾ ഒരു മോക്ക് ഇൻ്റർവ്യൂ ചെല്ലുമ്പോഴത്തേക്ക് അവർ നമ്മളോട് ചോദിക്കുക, എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ എത്ര പശുക്കളുണ്ട്, ഒരു പശുവിന് എത്ര കിലോ ഭാരമുണ്ട്. പക്ഷെ അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും തീർച്ചയായിട്ടും ഒരു UPSC ഇൻ്റർവ്യൂ ബോർഡിൽ ഉണ്ടാവാറില്ല. അവർ വളരെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു അഭിപ്രായം അറിയാൻ, നമ്മളുടെ ഒരു എങ്ങനെയാണ് നമ്മളൊരു പ്രശ്നത്തെ നേരിടുന്നതെന്ന് അറിയാൻ, എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന്, എൻഗേജ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് പലപ്പോഴും UPSC പേഴ്സണാലിറ്റി ടെസ്റ്റിൽ. എനിക്കാണെങ്കിലും എന്നോട് അനുഭവങ്ങൾ പറഞ്ഞ മിക്ക സുഹൃത്തുക്കൾക്കും അങ്ങനെ തന്നെയാണ് അത് വന്നിട്ടുള്ളത്. ഒരുപാട് സ്റ്റേജസ് ഉണ്ടല്ലോ ഈ പരീക്ഷയ്ക്ക്. അപ്പോൾ ഈ പ്രിലിംസും ഇൻ്റർവ്യൂവും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ളൊരു വ്യത്യാസം എങ്ങനെയാണ്? അല്ലെങ്കിൽ ഈ പ്രിലിംസിന് റൈറ്റിംഗ് സ്കിൽസ് നമ്മളിപ്പോൾ പറയുന്ന പോലെ അക്കാഡമികളിൽ പോയിട്ടും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അതിനൊരു ട്രെയിനിങ്ങിലൂടെയാണ് അതിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇതിലുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസം എന്തായിട്ടാണ് തോന്നുന്നത് ഇൻ്റർവ്യൂവും പ്രിലിംസും തമ്മിലുള്ള? ഇപ്പോൾ പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ 3 ഘട്ടം. ഈ 3 ഘട്ടത്തിൽ പ്രിലിംസ് നമുക്കറിയാവുന്നത് പോലെ ഒരു ഒബ്ജക്റ്റീവ് എക്സാമിനേഷനാണ്. OMR പേപ്പറിൽ നമ്മളൊരു ചോദ്യത്തിൻ്റെ കറക്റ്റ് ഉത്തരം കുത്തിയാൽ മതി. പക്ഷേ 3 എണ്ണം തെറ്റാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട്. അപ്പം തെറ്റായ ചോദ്യങ്ങളെ എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു സ്കിൽ സെറ്റ് കൂടെ നമ്മൾ പ്രിലിംസിന് വേണ്ടിയിട്ട് പലപ്പോഴും വേണ്ടി വരും. ആ സ്കിൽ സെറ്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ UPSCയുടെ മുൻവർഷ ചോദ്യ പേപ്പറുകൾ മനസ്സിലാക്കുകയും എങ്ങനെയാണ് UPSC സ്റ്റേറ്റ്മെൻറ്റ് ഫ്രെയിം ചെയ്യുന്നത്, ചോദ്യങ്ങൾ ഏത് ഏരിയയിൽ നിന്നാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടൊരു സ്കിൽ സെറ്റ് വേണ്ടി വരും. ആ പോയിന്റിൽ പലപ്പോഴും നമുക്ക് ഈ പറയുന്നത് പോലെ ഒരു എക്സ്പെർട്ട് മെൻറ്ററുടെ സഹായം മിക്കയിടങ്ങളിലും ആവശ്യമായിട്ട് വരാറുണ്ട്. എൻ്റെ സാറുണ്ടായിരുന്നു, ശരത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമാണ് എന്നെ അതിൽ ഒരുപാട് കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങൾ പഠിച്ച് അറിവിൽ നിന്നാണ് പലപ്പോഴും ചോദ്യം ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ അറിവ് മാത്രമല്ല, മറിച്ച് ഈ പറയുന്നത് പോലെ സ്റ്റേറ്റ്മെൻറ്റിനെ മനസ്സിലാക്കി ലോജിക്കലി തന്നെ എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. മെയിൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു സ്കിൽ സെറ്റാണ്. കാരണം അതൊരു ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയാണ്, ഒരു വിവരണാത്മക പരീക്ഷയാണ്. പക്ഷേ വിവരണാത്മക പരീക്ഷയാണെങ്കിൽ അവിടെയും നമ്മൾ ഈ പറഞ്ഞതുപോലെ അവിടെ തെറ്റുത്തരങ്ങളില്ല. അപ്പോൾ അതിനോട് ഏറ്റവും പ്രോക്സിമേറ്റ് ആയിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പോയിന്റുകളെ നമുക്ക് അവിടെ കൊണ്ടുവരാൻ, അതും വൈവിധ്യമാർന്ന, എപ്പോഴും ഒരേപോലത്തെ പോയിന്റുകൾ എഴുതാതെ മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിലൊരു പരിധിവരെ ഈ ഡിബേറ്റ് കോമ്പറ്റീഷൻസ്, എലക്യൂഷനൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ പല രീതിയിൽ എങ്ങനെ ചിന്തിക്കാം, അതിനെ സ്വാധീനിക്കുന്ന, അതിനെ അഫക്റ്റ് ചെയ്യുന്ന പല തലങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരിതും, പിന്നെ റൈറ്റിംഗ് സ്പീഡും എനിക്ക് തീരെ ഇല്ലാത്തൊരു കാര്യമാണ്. എനിക്ക് GS ആദ്യത്തെ ഒരു പരീക്ഷ കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 1.5 ചോദ്യത്തോളം എനിക്ക് വിടേണ്ടി വന്നു. അപ്പോൾ റൈറ്റിംഗ് സ്പീഡ് അത് കൃത്യമായി അവിടെ എഴുതുക, ഈ സമയത്തിനുള്ളിൽ വളരെ ലെജിബിളായി, എന്ന് വെച്ചാൽ ഭയങ്കര വൃത്തിയുള്ള ഹാൻഡ് റൈറ്റിംഗ് എന്നുള്ളതല്ല, മറിച്ച് വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കൈയക്ഷരത്തിൽ എഴുതി കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് അവിടെ വേണ്ട ഒരു സ്കിൽ സെറ്റ്. പരീക്ഷയുടെ 3 ഘട്ടങ്ങൾ, പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ. അപ്പോൾ ഈ 3 ഘട്ടങ്ങളും 3 രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ പ്രിലിംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന പോലെ ഒരു MCQ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് പേപ്പറാണ്. അവിടെ OMR ഷീറ്റിൽ നമ്മൾ കറുപ്പിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിന് 3 തെറ്റുത്തരങ്ങളുണ്ട്. അപ്പോൾ തെറ്റുത്തരങ്ങളെ എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു സ്കിൽ സെറ്റ് കൂടെ നമ്മൾ അവിടെ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ പഠിച്ചത് പോയി അവിടെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു ചോദ്യത്തെ മനസ്സിലാക്കേണ്ട ലോജിക്കുകൾ അറിയുക, ആ ചോദ്യത്തിൽ എങ്ങനെയൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫ്രെയിം ചെയ്യുന്ന UPSCയുടെ വൊക്കാബുലറി മനസ്സിലാക്കുക. അതിനാണ് നമ്മൾ PYQ നല്ല രീതിയിൽ വായിച്ച് UPSC എങ്ങനെയൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫ്രെയിം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി എലിമിനേഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ ലോജിക്കൽ അപ്രോച്ചൊക്കെ നമ്മൾ കുറേയൊക്കെ അവിടെ കൊണ്ടുവരേണ്ടി വരും. അറിവ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചോദ്യത്തിന് മുന്നിൽ ടെൻഷൻ അടിക്കാതെ ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളത്. അവിടെ നമുക്ക് പലപ്പോഴും ഒരു എക്സ്പെർട്ട് മെൻറ്റർഷിപ്പിൻ്റെ ആവശ്യം വരാറുണ്ട്. കാരണം ഒന്നും അങ്ങനെ ഒരു ഗൈഡൻസ് ഇല്ലാതെ നമ്മൾ പോയാൽ നമ്മൾ പരീക്ഷ നല്ല രീതിയിൽ പഠിച്ച കാര്യങ്ങൾ ചോദ്യത്തിൽ വന്നില്ലെങ്കിൽ നമ്മൾക്ക് അവിടെ ഒരു പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. എന്നെ ശരത് എന്ന് പറഞ്ഞ എൻ്റെ സാറുണ്ട്, മെൻറ്ററാണ്. സാറാണ് എനിക്ക് പലപ്പോഴും ആ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ്റെ ലോജിക്കൽ സോൾവിങ് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നീട് 2ാമത്തെ ഘട്ടം മെയിൻസ് പരീക്ഷയിലേക്ക് വരുമ്പോൾ അതൊരു വിവരണാത്മക പരീക്ഷയാണ്. അപ്പോൾ അതിവിടെ തെറ്റുത്തരങ്ങളില്ല, പക്ഷേ ശരി ഉത്തരങ്ങളിൽ ഏറ്റവും പ്രോക്സിമേറ്റായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ശരി ഉത്തരത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഒരുപാട് വേറെ സ്കിൽ സെറ്റുകൾ, കാരണം ഒരു ഒബ്ജക്റ്റീവ് പരീക്ഷയിൽ ഇല്ലാത്ത ചില സ്കിൽ സെറ്റുകളുണ്ട്. ഹാൻഡ് റൈറ്റിംഗ്, ഒരു മനോഹരമായ കൈയക്ഷരം എന്നല്ല, ലെജിബിൾ ആയിട്ടുള്ള ഒരു കൈയക്ഷരം, വായിക്കാൻ പറ്റുന്ന ഒരു കൈയക്ഷരത്തിൽ ടൈം മാനേജ്മെൻറ്റ്. ഈ ഒരു 50 പേജോളം നമ്മളൊരു പേപ്പറിൽ എഴുതുന്നുണ്ട്. 3 മണിക്കൂറിൽ 50 പേജ് എഴുതി തീർക്കുക എന്ന് പറയുന്ന വലിയൊരു ഹെക്ടിക് ടാസ്ക്. എനിക്കത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് 1ാമത്തെ പേപ്പറിൽ എൻ്റെ ഒരു 1.5 ചോദ്യം എനിക്ക് എഴുതാൻ പറ്റിയില്ല. ഒരു 18:30 വരെ എനിക്ക് എത്താൻ
പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നമ്മളുടെ സമയം, ടൈം മാനേജ്മെൻറ്റ്, ഡിസ്ക്രിപ്റ്റീവ് സ്കിൽസ്, മൾട്ടി ഡയമെൻഷനലായിട്ട് തിങ്ക് ചെയ്യാൻ, ഒരു ചോദ്യത്തിൽ അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് പല തലങ്ങളിൽ നിന്ന് ചിന്തിക്കാനുള്ള ചില വൈദഗ്ധ്യം നമുക്കവിടെ വേണ്ടി വരും. ഒരു പരിധിവരെ ഡിബേറ്റ് കോമ്പറ്റീഷൻസ് ആണ് എന്നെ അതിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പോയിന്റുകൾ ഫ്രെയിം ചെയ്യാൻ, സ്ട്രക്ചർ ചെയ്യാൻ. നമ്മുടെ ഭാഷ വളരെ ഫ്ലവറി ആയിട്ടുള്ള ലാംഗ്വേജ് അല്ല, എന്നാൽ ഫോർമൽ ആൻഡ് അക്കാഡമിക് ആയിട്ടുള്ള വളരെ ക്ലിയർ ആയി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ഒക്കെ പലപ്പോഴും മെയിൻസിന് ഇമ്പോർട്ടൻ്റ് ആണ്. പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ടിടത്തും ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. രണ്ടിടത്ത് നമുക്ക് എന്ത് വേണം ചെയ്യാം, ആരും നമ്മളോട് കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിനും തിരിച്ചൊരു ചോദ്യം കൂടെ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇൻ്റർവ്യൂവിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നമുക്ക് ഫാക്ച്വൽ എറേഴ്സ് വരുത്താൻ പറ്റില്ല, നമുക്ക് ബ്ലഫ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല നമ്മൾ അവരുടെ മുമ്പിൽ ഫിസിക്കലി പ്രസൻ്റ് ആണ്. ഇപ്പോൾ നമ്മളൊരു ടെൻഷനുള്ള ആളാണ്, നമ്മളൊരു സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ആളാണെങ്കിൽ വീണ്ടും അത് അവിടെ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ള നിരവധിയായ ഘടകങ്ങൾ കൂടെ പലപ്പോഴും ഇൻ്റർവ്യൂവിൽ വരുന്നുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ നമ്മളൊരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാക്കിയെടുക്കുക, നല്ല രീതിയിൽ കാഷ്വൽ കോൺവെർസേഷൻസ്, ഇപ്പം ചോദ്യം ചോദിച്ച് ഉത്തരം പറയുന്ന ഒരു ക്വിസ് കോമ്പറ്റീഷൻ അല്ല, മറിച്ച് ഒരു കോൺവെർസേഷനാണ്. അപ്പോൾ സംസാരങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പലപ്പോഴും വേണ്ടി വരും. അവർ ചിലപ്പോൾ എന്തെങ്കിലും ഒരു വാക്കായിരിക്കും പറയുന്നത്, ആ ഒരു വാക്കിൽ പിടിച്ച് കുറച്ച് നേരം അവരെ ഇൻട്രസ്റ്റിംഗ് ആയി എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു സ്കില്ല് നമുക്ക് അവിടെ വേണ്ടി വരും. അങ്ങനെ ഈ 3 പരീക്ഷയ്ക്കും 3 ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് സ്കിൽസാണ് വേണ്ടത്. ആ ഓരോ ഘട്ടത്തിനനുസൃതമായി അത് മനസ്സിലാക്കി അത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും ആസ്പിറൻസിനോട് പറയാറ്. പിന്നീട് സ്കൂൾ സ്റ്റുഡൻസ് അല്ലെങ്കിൽ കോളേജ് കുട്ടികളോട് എപ്പോഴും പറയുന്നത്, ആക്റ്റീവായി നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖലകളിൽ, അതിപ്പോൾ കവിതയാവട്ടെ, കഥയാകട്ടെ, സാഹിത്യമാകട്ടെ, പ്രസംഗമാകട്ടെ, കലാപരമോ കായികപരമായ, അതിലെല്ലാം ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കൂടുതൽ ആൾക്കാരെ പരിചയപ്പെട്ട് അവിടെയെല്ലാം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗ്രാജ്വലി ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലേക്കും നമുക്കൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മലയാളമാണ് ഇഷ്ട വിഷയം എന്ന് കേട്ടിട്ടുണ്ട്, ഒരുപാട് വായിക്കാറുണ്ടെന്നും ചെറിയ സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പാഠപുസ്തകങ്ങളൊക്കെ വെക്കേഷൻ സമയത്ത് തന്നെ വായിച്ച് തീർക്കാറുണ്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്ഷണലായി എടുത്തതും മലയാളമാണ്. ഈ വായന എങ്ങനെയാണ് ഇതിനെ സ്വാധീനിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികൾ ഇങ്ങനെ നല്ല രീതിക്ക് സ്വാധീനിച്ചിട്ടുണ്ടോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? മലയാള ഭാഷ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട, സാഹിത്യമാണെങ്കിലും വളരെ ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ്. അത് സ്കൂൾ കാലഘട്ടങ്ങളിലാണെങ്കിലും പിന്നീട് കോളേജ്, പലയിടങ്ങളിലും എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യത്തോടെ പഠിച്ചിട്ടുള്ളൊരു വിഷയമാണ് മലയാള സാഹിത്യം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നതിൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എൻ്റെ അമ്മുമ്മയാണ്. എൻ്റെ അമ്മയുടെ അമ്മുമ്മയാണ് എനിക്ക് പുസ്തകങ്ങൾ ആദ്യം വായിച്ചു തന്ന്, എനിക്ക് വേണ്ടി നേരത്തെ പറഞ്ഞ പത്രത്തിൻ്റെ കാര്യത്തിൽ പോലും ആദ്യം ഇത് വായിച്ചു തന്നുകൊണ്ടിരുന്നത്, വായിപ്പിച്ചതും അക്ഷരം കൂട്ടി വായിക്കാൻ പഠിപ്പിച്ചതൊക്കെ അമ്മുമ്മയാണ്. അങ്ങനെയാണ് ആ വായനയുടെ ഇതിലേക്ക് വന്നിട്ടുള്ളത്. പിന്നീട് അച്ഛൻ വാങ്ങിച്ച പുസ്തകങ്ങൾ കുറേ വായിച്ചിട്ടാണ് വായനയിലേക്ക് വരുന്നത്. പിന്നെ ഞാൻ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് വായിക്കുന്ന അല്ലെങ്കിൽ ഒരു പരന്ന വായന ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വായിക്കാൻ വളരെ മടിയുള്ള ഒരാളാണ്. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പുസ്തകങ്ങൾ വായിക്കാനുള്ള ക്ഷമയും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പോൾ അത് എന്നെ സ്വാധീനിച്ചിട്ടുള്ള മേഖലകൾ, ഒന്ന് അക്കാഡമിക് ആയിട്ടാണെങ്കിൽ പോലും എൻ്റെ ഡിഗ്രി പ്രോജക്റ്റ്, PG പ്രോജക്റ്റ്, ഇപ്പോൾ PhD ചെയ്യുന്ന വിഷയമെല്ലാം മലയാള സാഹിത്യം അല്ലെങ്കിൽ കേരള സംസ്കാരവുമായി ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബന്ധമുള്ളതാണ്. ഞാൻ പരീക്ഷയിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ മലയാള സാഹിത്യം ഓപ്ഷണലായിട്ട് എടുത്തു എന്നുള്ളതാണ്. അത് 2 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഞാൻ ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെയും മലയാളത്തിൻ്റെയും ഓപ്ഷണൽ സിലബസ് കമ്പയർ ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളത് മലയാളത്തിൻ്റെ ആയിരുന്നു. പിന്നെ മലയാളത്തിൻ്റെ പേപ്പർ 1 മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും ചരിത്രമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഗവേഷണ വിഷയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടും എനിക്ക് ചരിത്രം വായിക്കാനും വളരെ താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എനിക്ക് കൂടുതൽ ഇണങ്ങുന്ന ഒരു വിഷയം മലയാള സാഹിത്യം ഓപ്ഷണലാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് അതിലേക്ക് വന്നത്. പിന്നീട് വായന പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്ത് അതൊരു പക്ഷേ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കാലത്തെ എൻ്റെ PG സിലബസാണ്. ഭയങ്കര വലിയ സിലബസ് ആയിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ, ഒരു 100 പേജ് തന്നെ ഉണ്ട് സിലബസ്. അപ്പോൾ അതിൽ കുറേ പുസ്തകങ്ങൾ, കുറേ എസ്സേസ് വായിച്ച് നല്ല രീതിയിൽ ക്ഷമ വന്നു. അതായത് എത്ര വലിയ പുസ്തകമാണെങ്കിലും എനിക്കൊരു 1 വീക്കിലൊക്കെ വായിക്കാൻ പറ്റും. കാരണം ഒരുപാട് വായിച്ച് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ആ ഒരു റീഡിങ് പ്രാക്ടീസ് നല്ല രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ. അപ്പോൾ അവിടുത്തെ പ്രിസ്ക്രൈബ് ചെയ്തിരുന്ന സിലബസിലെ പുസ്തകങ്ങൾ വെച്ച് നോക്കുമ്പോൾ UPSCയുടെ പുസ്തകങ്ങൾ എനിക്ക് വളരെ ലളിതമായിട്ടാണ് തോന്നിയത്. അപ്പോൾ കുറച്ച് ഫാക്റ്റുകൾ പഠിക്കാനും പിന്നീട് ഈ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ആ ഒരു വായന പല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഭാഷ തീർച്ചയായിട്ടും എനിക്ക് വളരെ മാർക്ക് ഉള്ള 2 ഒന്ന് എസ്സേ, ഇംഗ്ലീഷ് എസ്സേ പേപ്പറാണ് UPSCയുടെ, പിന്നെ എത്തിക്സ് പേപ്പറാണ്. ഇത് രണ്ടിലും നമ്മുടെ ലാംഗ്വേജിനും വൊക്കാബുലറിക്കും ഇമ്പോർട്ടൻസ് ഉള്ള പേപ്പറാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ ഒരു വെർബൽ സ്കിൽസാണ് പലപ്പോഴും എന്നെ ഈ പരീക്ഷയുടെ റാങ്ക് വരെ എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അത് ഈ ഇൻ്റർവ്യൂ ആണെങ്കിലും എത്തിക്സ് ആണെങ്കിലും എസ്സേ ആണെങ്കിലും ഈ പറഞ്ഞ ആ സ്കിൽസ് സെറ്റിന് ഇമ്പോർട്ടൻസ് ഉള്ള 3 പേപ്പറുകളിലാണ്, 3 എക്സാമിനേഷൻ ഘട്ടങ്ങളിലാണ് എനിക്ക് കൂടുതൽ മാർക്കും കിട്ടിയിട്ടുള്ളത്.
ഇപ്പോഴും പലർക്കും നല്ലൊരു അക്കാഡമി എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം അതിനെന്തൊക്കെയാണ് മാനദണ്ഡങ്ങളായി വരുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മളെ നാടിൻ്റെ ഗ്രാമീണ പ്രദേശങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും UPSC ഒരു വിദൂര സ്വപ്നമായി നിലനിൽക്കുന്നുണ്ട്. അപ്പം അതിനെ എങ്ങനെ കുറേയും കൂടെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതും എങ്ങനെയാണ് തോന്നുന്നത്? ഞാൻ കോച്ചിങ് അക്കാഡമി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ കോച്ചിങ് അക്കാഡമി ഇല്ലാതെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ. അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അങ്ങനെ പഠിക്കുമ്പോൾ ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, എവിടെ പഠിച്ച് നിർത്തണം എന്ന് നമുക്ക് അറിയണം എന്നുണ്ടാവില്ല, ഇതുവരെ പഠിക്കണം എന്നുള്ളത് നമുക്ക് അറിയുന്നുണ്ടാവില്ല. പിന്നെ എന്നെപ്പോലെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം തന്നെ പഠിക്കാനിരുന്നാൽ ഞാൻ പഠിക്കുകയില്ല. അപ്പോൾ വളരെ അക്കൗണ്ടബിളായി സിസ്റ്റമാറ്റിക്കായി സ്വയം പഠിക്കാൻ കഴിയുന്നവർക്ക് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആദ്യ 10 റാങ്ക് നേടിയ ആളുകൾ പോലെ വരെ കേരളത്തിൽ ഉണ്ട്, അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ബാക്കിംഗ് ഇല്ലാതെ. പക്ഷെ എന്നെപ്പോലെ ഒരാൾ, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ സ്വതവേ കുറച്ച് മടിയനായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പുഷ് കിട്ടുന്ന ഒരു സ്ഥലം വേണമായിരുന്നു. അല്ലെങ്കിൽ എനിക്കൊരു മെക്കാനിസം തന്നു കഴിഞ്ഞാൽ എനിക്കത് അഡാപ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. എനിക്കായിട്ട് ഒരെണ്ണം ഡിവൈസ് ചെയ്ത് എടുക്കാനുള്ള അത്ര ബ്രില്യൻസ് എനിക്ക് പല പോയിന്റിലും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിട്ടുള്ളത്. അക്കാഡമി തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളിൽ ഞാനിവിടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള ലീഡ് IAS അക്കാഡമിയിലാണ് എൻ്റെ GS കോച്ചിങ് എടുത്തിട്ടുള്ളത്. ഇവിടെ മാഷ്വൽ സർ സരിത ടീച്ചർ എന്ന് പറഞ്ഞിട്ട് അവരുടെ വീട്ടിലാണ് അന്ന്, ഇപ്പോൾ ഒരു ജാലകം എന്ന് പറഞ്ഞൊരു അക്കാഡമി ആയിട്ടത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് അവിടെ ഇരുന്നിട്ടാണ് ഞാൻ മലയാളമൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നെയാണ് ഞാൻ ഇതിൻ്റെ ഒരു കോച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അന്ന് ഞാൻ ലീഡ് എടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം, ഞാൻ ഒരുപാട് കാര്യങ്ങൾ നോക്കിയതിൽ ഒന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടാണ്. ക്ലാസ്സുകൾക്ക് അപ്പുറത്തേക്ക് എങ്ങനെയാണ് നമ്മളുടെ ഉള്ളിലെ സ്കിൽ സെറ്റുകളെ ഡെവലപ്പ്, അത് എക്സാമിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് സ്കിൽസ് ആണ്. ഇപ്പോൾ വെറുതെ ക്ലാസ് തന്നു കഴിഞ്ഞാൽ നമുക്കത് പഠിക്കാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ എക്സാമിൽ അത് അപ്ലൈ ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു പ്രാക്ടീസിങ് സ്കിൽ സെറ്റ് ഡെവലപ്മെൻറ്റ് എന്നൊരു ആംഗിൾ നമ്മൾ തീർച്ചയായിട്ടും നോക്കണം. 2, ആ അക്കാഡമി എത്രമാത്രം നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നു. നമ്മുടെ ഗ്രീവൻസ് ആണെങ്കിൽ നമ്മൾക്കൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധാരണ വിദ്യാർത്ഥി ആണെങ്കിൽ പോലും നമ്മൾ പറയുന്ന കാര്യങ്ങളെ കേൾക്കാനും നമ്മൾ പറയുന്ന കാര്യങ്ങളോട് റെസ്പോൺസീവ് ആവാനും അക്കാഡമിക് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ ഒരു ഘടകമായിരുന്നു. പിന്നീട് ഈ പറയുന്ന പോലെ ആക്സസ് ടു മെൻറ്റേഴ്സ്, നമ്മൾ ടീച്ചേഴ്സിനെ കാണാൻ പറ്റണം, അവർ നമ്മളെ കേൾക്കാൻ ഇരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ പ്രിലിംസ് പാസ്സായാൽ മെയിൻസ് പാസ്സായാൽ മാത്രം നമ്മളെ കാണുന്നവരോ കേൾക്കുന്നവരോ ആകരുത്. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം ഞാൻ നോക്കിയിട്ടാണ് ഞാൻ ലീഡിൽ ചൂസ് ചെയ്തത്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് വരേണ്ടത്. പിന്നെ നമ്മളൊരിടത്ത് ചെല്ലുമ്പോൾ അവിടെ എത്ര നാളുകൊണ്ട് ക്ലാസ് തീർക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ആ ക്ലാസ് തീർക്കുന്ന കാര്യങ്ങൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, അവരെ ടൈം ടേബിൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടോ, പിന്നെ തരുന്ന ഒരുപാട് എന്തൊക്കെയാണ് അവരുടെ ഡെലിവറബിൾസ്, അതായത് ചിലപ്പോൾ പ്രിൻ്റായിട്ട് മെറ്റീരിയൽസ് തരുന്നുണ്ടോ, അതോ PDF മാത്രമേ ഉള്ളൂ, നോട്ട് നമ്മൾ എഴുതണോ, ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്തൊരു സുപ്രധാന ഘടകമായിട്ട് വരും. അതിപ്പോൾ എനിക്ക് പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും ഇത് വർക്ക് ചെയ്യുക. ഓരോ ആൾക്കാരുടെ പഠന ശൈലിക്കനുസരിച്ച് ചിലപ്പോൾ അവർക്ക് എടുക്കുന്ന അക്കാഡമികളും മാറി മാറി വരാം. എനിക്ക് ഓഫ്ലൈൻ ആയിരുന്നു ഏറ്റവും പ്രിഫറബിൾ. ചില ആൾക്കാർക്ക് അത് ഓൺലൈനാണ്. ചിലർക്ക് വീടിൻ്റെ ആ ഒരു കംഫർട്ടിനുള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റണം. എന്നെ സംബന്ധിച്ച് എനിക്കൊരു സോഷ്യലൈസേഷൻ വേണമായിരുന്നു. അത് ഒന്നാമത് കോവിഡ് കഴിഞ്ഞ സമയത്താണ് ഞാൻ വരുന്നത്. അപ്പോൾ കോളേജ് ലൈഫ് ഏതാണ്ട് പകുതി പോസ്റ്റ് ഗ്രാജുവേഷൻ മിസ് ചെയ്തു. അപ്പോൾ ഇതേപോലൊരു ക്ലാസ്സിൽ ഇരുന്ന് കൂട്ടുകാരുടെ കൂടെ പഠിക്കണം എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു എൻ്റെ അന്നത്തെ പ്രയോറിറ്റീസ്. ദിസ് പ്രയോറിറ്റീസ് ക്യാൻ ചേഞ്ച് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഇനി ഗ്രാമീണ മേഖലകളിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ, നമുക്ക് ഈ ഒരു റൂറൽ അർബൻ ഡിവൈഡ് വലിയ രീതിയിലുള്ള ഒരു സംസ്ഥാനമല്ല. ഏതാണ്ട് ഒരു റൂർബൻ എന്ന് എല്ലാവരും പറയുന്ന പോലെ തന്നെ എല്ലാ റൂറൽ ഏരിയാസിലും ഈ പറയുന്ന പോലെ നമ്മുടെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വന്നിട്ടുണ്ട്. 2 തരത്തിലാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ പോലെ ഓൺലൈനായിട്ട് തന്നെ തിരുവനന്തപുരത്തെ എല്ലാ മേജർ അക്കാഡമീസിൻ്റെ ക്ലാസ്സുകളും ഓൺലൈനായിട്ട് ലൈവ്, അതായത് ഇവിടെ എന്ത് ഓഫ്ലൈൻ നടക്കുന്നു അത് ഓൺലൈനായിട്ടും കുട്ടികളിലേക്ക് എത്തുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഫരിഷ്ഠയ്ക്ക് ഞാൻ അറിയാൻ പറ്റും, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് സ്റ്റാച്യു കുറവോണം ഇവിടെ എല്ലാം ഒരു ഹബ്ബായി മാറിയിട്ടുണ്ട്. ഡൽഹി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആസ്പിറൻസ് ഉള്ള സിറ്റീസിലൊന്നാണ് തിരുവനന്തപുരം. ഒരു പറയുന്ന അനുസരിച്ച് 30-ൽ പരം അക്കാഡമികളുണ്ട്. അപ്പോൾ ഈ അക്കാഡമികൾക്ക് ചുറ്റും നമുക്ക് ഞാൻ ഡൽഹിയെ കമ്പയർ ചെയ്ത് എല്ലാവരോടും പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡൽഹിയിലെ പോലെയല്ല, ക്ലീൻ എയർ ഉണ്ട് നമുക്കിവിടെ. നമുക്ക് വലിയ ക്രൗഡഡോ അല്ലെങ്കിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ലാതെ തിരുവനന്തപുരത്ത് നിന്ന് പഠിക്കാൻ പറ്റും. 2, അഫോർഡബിൾ റേറ്റിൽ താമസം. വളരെ ഒരുപാട് വലിയ പൈസകളൊന്നും ഇല്ലാതെ തന്നെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് തിരുവനന്തപുരം. അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കുന്ന ആളുകളുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നിരവധി വിദ്യാർത്ഥികൾ പലയിടങ്ങളിലായി നിന്ന് പഠിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഓഫ്ലൈനായിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ചില അക്കാഡമീസ്, ഇപ്പോൾ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമി ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവാണ്. അവർക്ക് ഒരുപാട് ഓഫ് ക്യാമ്പസ് സെൻ്ററുകളുണ്ട്. എനിക്ക് തോന്നുന്നു ആലപ്പുഴയിലുണ്ട്, തൃശ്ശൂർ, ഇരിങ്ങാലക്കുടയിൽ കഴിഞ്ഞ വർഷം ഒരു ഓഫ് ക്യാമ്പസ് സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഈ പറഞ്ഞതുപോലെ അങ്ങനെയും അക്കാഡമീസ് വരുന്നുണ്ട്. അപ്പോൾ ഈ പലതരത്തിലുള്ള രീതിയിൽ ഇതിലേക്കുള്ള ആക്സസിബിലിറ്റി ഉണ്ട്. പിന്നെ നമുക്കറിയാം, ലോകം ഒരു വിരൽ തുമ്പിലേക്ക് ചുരുങ്ങുന്ന കാലമാണ്. യൂട്യൂബിലാണെങ്കിലും
അല്ലെങ്കിൽ മറ്റ് മേഖലകളിലാണെങ്കിലും ഒക്കെ ഈ പരീക്ഷയെ പറ്റിയുള്ള ധാരാളം വിവരങ്ങൾ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലുള്ള വായനശാലകൾ, ക്ലബ്ബുകൾ, സ്കൂളുകൾ, അധ്യാപകർ, മറ്റ് സംഘടനകൾ, രാഷ്ട്രീയ യുവജന സംഘടനകളെല്ലാം തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിനേഷൻ്റെ ഇമ്പോർട്ടൻസ്, അത് ഈ പരീക്ഷ മാത്രമല്ല, കേരള PSC, SSC മുതലായ എല്ലാ പരീക്ഷകളെയും കുറിച്ചുള്ള ഒരു അവബോധം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ, ഇനി ഗവൺമെൻറ് ജോലിക്ക് അപ്പുറം, ഗവൺമെൻറ് ജോലികൾ മാത്രമാണ് ജോലി എന്നല്ല, ഗവൺമെൻറ് ജോലികൾക്ക് അപ്പുറമുള്ള മത്സര പരീക്ഷകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള തൊഴിൽ നേടാനുള്ള നൈപുണ്യ വികസനത്തിനും കൂടെ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാ ആൾക്കാരിലേക്കും ഇത്തരത്തിലുള്ള തൊഴിൽ സാധ്യതകൾ എത്തിക്കാൻ നമുക്ക് സാധിക്കും. ഇന്ന് രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ കണ്ടു, രാജ്യ തലസ്ഥാനത്ത് വലിയ സ്റ്റുഡൻറ് പ്രൊട്ടസ്റ്റുകൾ CJP മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്യൂറോക്രസിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കും ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയ്ക്കും ഇതിനെങ്ങനെയാണ് കാണുന്നത്? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകളെ, പുതിയ തരത്തിലുള്ള സമര പരിപാടികളെയും പ്രക്ഷോഭങ്ങളെയും ഒക്കെ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് ഡിസെൻറ്റ് ഇസ് ദ സേഫ്റ്റി വാൽവ് ഓഫ് ഡെമോക്രസി എന്നുള്ളതാണ്. അപ്പോൾ ജനാധിപത്യപരമായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും മറ്റു കാര്യങ്ങളും നടക്കണം, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രതിഷേധങ്ങളിൽ കൂടെ തന്നെയാണ് ഗവൺമെൻറ്റുകൾ ബ്യൂറോക്രസി അടക്കം അക്കൗണ്ടബിൾ ആവുക. അപ്പോൾ ഓരോ വർക്ക്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മളൊരു പരീക്ഷ എഴുതി ക്ലിയറായി എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മളൊരു സിസ്റ്റത്തെ വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളതല്ല, മറിച്ച് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്ന സമയങ്ങളിൽ നമ്മൾ അക്കൗണ്ടബിൾ ആക്കുന്ന മെക്കാനിസംസ് വരികയും അങ്ങനെ ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഭരണകർത്താക്കൾ എല്ലാവരും വളരെ പ്രോപ്പറായിട്ട് അത് അക്കൗണ്ടബിൾ ആവുകയും ചെയ്യണം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ, ഇത്തരത്തിലുള്ള ചർച്ചകൾ, ഇതിനെ ഒരു ഡെലിബറേഷനായിട്ടാണ് നമ്മൾ കാണുക. അതായത് നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നത് പോലെയാണ്. അപ്പോൾ ഒരാൾ പവർ ഹോൾഡ് ചെയ്യുന്ന ആളാണ്, പക്ഷേ ഈ പവർ അയാൾക്ക് കൊടുത്തിരിക്കുന്നത് ജനങ്ങളാണ്. അപ്പോൾ ആ പവർ നൽകിയ ജനങ്ങൾ ചോദ്യം ചെയ്യുകയും ആ ചോദ്യം ചെയ്തതിലൂടെ പവർ ഹോൾഡ് ചെയ്യുന്ന ആൾ തിരുത്തപ്പെടുകയും ചെയ്യുക എന്നുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഡിബേറ്റ് തന്നെയാണ് അവിടെ നടക്കുക. അപ്പോൾ അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ വരുന്നത് തീർച്ചയായിട്ടും ബ്യൂറോക്രസിക്കും അതേപോലെ തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹത്തിനും തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. അത് ആരോഗ്യപരമായ രീതിയിൽ രണ്ട് ഭാഗത്തേക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആരോഗ്യപരമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ജനാധിപത്യം അതിൻ്റെ ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം ഇന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എഡ്യൂക്കേറ്റഡ് യൂത്തിന് എങ്ങനെയാണ് ക്വാളിറ്റി ജോബ് ഒരു സ്റ്റേറ്റിന് ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയുന്നത്? നമ്മൾ തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. അപ്പം അത് ഓരോ വർഷവും അതിൻ്റെ തോത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെങ്ങനെയാണ് ഒരു സ്റ്റേറ്റിന് അതെങ്ങനെയാണ് അഷ്വറൻസ് ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഇപ്പോൾ ഗവൺമെൻറ്റിന് ഒരു എംപ്ലോയർ ആവുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട് ഒരു സ്റ്റേറ്റിന്. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലൊരു മിക്സഡ് എക്കണോമി ഫോളോ ചെയ്യുന്ന ഒരു രാജ്യത്തിന് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഒരു എംപ്ലോയർ ആകുക എന്നുള്ളത് വളരെ ലിമിറ്റഡ് സ്കോപ്പാണ്. ഒരു 5% താഴെയാണ്, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ, ഇന്ത്യയിലെ ഗവൺമെൻറ് ജോബ്സ്, ടോട്ടൽ ഗവൺമെൻറ് ജോബ്സ് ഇൻക്ലൂഡിങ് ഓൾ ദി സർവീസസ്, ടീച്ചിങ് സ്റ്റാഫ് എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിനപ്പുറത്തേക്കുള്ള ജോലി ഒരിക്കലും ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് കൺട്രോളിലല്ല. പക്ഷേ ഇൻഡയറക്ട്ലി ഗവൺമെൻറ്റിന് അത് പലപ്പോഴും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണ്? അത് നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ജോബ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് നോട്ട് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ്. നമ്പർ ഓഫ് ജോബ്സ് ക്രിയേറ്റഡ് കൂട്ടുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്, പക്ഷേ അത് ജോബ്സ് ക്വാളിറ്റി ഉള്ളതായിരിക്കുക എന്നുള്ളതാണ്. അതായത് അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന, ഡിഗ്നിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന ജോബ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ബേസിക് പോളിസി തന്നെ ഡിഗ്നിഫൈഡ് ജോബ്സ് ഫോർ ദി യങ് പീപ്പിൾ എങ്ങനെ ഈ രാജ്യത്ത് തന്നെ സൃഷ്ടിച്ചെടുക്കാം എന്നുള്ളതാണ്. അത് പക്ഷേ പല സംസ്ഥാനത്തും പല രീതിയിൽ മാറിയിരിക്കും. ഇപ്പോൾ കേരളം പോലൊരു സ്റ്റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ജോഗ്രഫിക്കലായിട്ടുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു വലിയ ലാർജ് സ്കെയിൽ നമുക്ക് പലപ്പോഴും പരന്ന ഇൻഡസ്ട്രീസ് ഇല്ല. നമ്മൾ പറയുന്നത് പോലെ തന്നെ ഹൈറ്റിലേക്കാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക നമ്മുടെ ഒരു സ്റ്റേറ്റിൻ്റെ ജോഗ്രഫിക്കൽ. അപ്പോൾ ഹൈറ്റിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ടെക് ഇൻഡസ്ട്രീസ്, ITs, നോളജ് എക്കണോമി കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് വരുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫരിഷ്ഠ ഇപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം, ക്രെഡൻഷ്യൽ ഇൻഫ്ലേഷൻ നമ്മൾ പറയും. അതായത് ആൾക്കാരുടെ വിദ്യാഭ്യാസ യോഗ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലത്ത് നമ്മൾ നോക്കിയാൽ ഒരു ഡിഗ്രി ഉള്ള ആളുകൾ വളരെ ചുരുക്കമായിരുന്നു, അല്ലേ? ഇടയ്ക്ക് ഒരു 1950s 60s വന്ന 10ാം ക്ലാസ് ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമായി. പിന്നീട് അതൊരു പ്രീ ഡിഗ്രി ജയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യമായി. ഒരു 2000s നമുക്കറിയാം ഒരു ഡിഗ്രി ഹോൾഡർ, ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാണ്. ഇന്ന് നോക്കൂ, ഇന്ന് മിനിമം ഒരു ഡിഗ്രിയെങ്കിലും എല്ലാ ആൾക്കാരിലേക്കും ഉണ്ട്. അപ്പോൾ പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷനായി. അപ്പോൾ ഈ ക്രെഡൻഷ്യൽ ഇൻഫ്ലേഷൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ഡിഗ്രീസിനെ എങ്ങനെ ഒരു എംപ്ലോയബിലിറ്റിയിലേക്ക് കൊണ്ടുവരിക, അതായത് നമ്മൾ പലതരത്തിലാണ് ജോബ് ക്രിയേഷൻ ഉള്ളതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ജോബ് മാർക്കറ്റിലേക്ക് ആൾക്കാരെ ജോബ് റെഡി ആക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണം. വിദ്യാർത്ഥികളെ
എന്താണ് തൊഴിൽ സജ്ജമാക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളെ ഒരു ഭാഗത്ത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിനനുസരിച്ചുള്ള സിലബസ് അല്ലെങ്കിൽ കരിക്കുലം റീസ്ട്രക്ചറിങ് പല ഭാഗത്തും ഉണ്ടാക്കിയെടുക്കണം. ആൻഡ് കരിക്കുലർ റീസ്ട്രക്ചറിങ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് മാനവിക വിഷയങ്ങളെ മാറ്റി നിർത്തി അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള തോട്ട്സിനെ മാറ്റി കംപ്ലീറ്റ്ലി ഒരു ഇൻഡസ്ട്രി റെഡി സ്കിൽ സെറ്റ് അങ്ങനെ കൊണ്ടുപോകാനും പാടില്ല. കാരണം അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ സ്വാഭാവികമായ പ്രത്യാഘാതങ്ങൾ പിന്നീട് നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ ഒരേ സമയം ഈ പറയുന്ന വിവിധ തൊഴിൽ മേഖലകളിലെ വൈദഗ്ധ്യം സൃഷ്ടിച്ചെടുക്കുകയും ആ വൈദഗ്ധ്യം സൃഷ്ടിച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ ഉള്ളിൽ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന ഏറ്റവും മാനവികമായ ഒരു ഘടകത്തെ നിലനിർത്തുന്ന തരത്തിൽ ഉള്ള കോഴ്സുകൾ ഡിസൈൻ ചെയ്യാൻ നമുക്ക് പറ്റണം. അത് ഞാൻ ഈ ഇരുന്നൊരു ഇൻ്റർവ്യൂവിൽ പറയുന്ന പോലെ എളുപ്പമുള്ള കാര്യമല്ല. അതിലൊരു വലിയ ചർച്ചകൾ ആവശ്യമുള്ള, ഒരുപാട് പഠനങ്ങൾ ആവശ്യമുള്ള ഒരു മേഖലയാണ് ഇത്. പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുവരവോടുകൂടി എങ്ങനെയാണ് നമ്മുടെ ജോബ് മാർക്കറ്റ് നാളെ മാറാൻ പോകുന്നത് എന്ന് പോലും നമുക്ക് ഉറപ്പില്ലാത്തൊരു സാധ്യതയാണ്. ഇപ്പം മൈഗ്രേഷൻ്റെ ഒരു കാലഘട്ടമാണ്. ഇപ്പം രാജ്യത്തിൽ ജോലി സാധ്യതകളില്ല എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളൊക്കെ പുറത്തേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു വാദം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇമിഗ്രേഷനും നടക്കുന്നുണ്ട്. ഇപ്പം കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് PG പഠിച്ചിട്ടുള്ളത്. ഇപ്പം ഞാൻ അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. നമ്മൾ ക്യാമ്പസിലൂടെ വെറുതെ വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ നടക്കുമ്പോൾ പോലും ചുറ്റും ഏറ്റവും കുറഞ്ഞതൊരു 10 ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെങ്കിലും കാണുന്നുണ്ട്. അപ്പം ഇതുപോലെ തന്നെ ഇമിഗ്രേഷനും നടക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു വാദവുമുണ്ട്. അതിനെ എങ്ങനെ കാണുന്നു? രണ്ടും ഒരുപോലെ നടക്കുന്നുണ്ട് എന്നുള്ളതാണോ, അതോ മറ്റെന്തെങ്കിലും തരത്തിൽ അതിനെ കാണുന്നുണ്ടോ? ഇത് ഒന്നാമത്തെ ഘടകം നമ്മൾ ഈ പറഞ്ഞ പോലെയാണ്, വി ലിവ് ഇൻ എൻ ഏജ് ഓഫ് ഗ്ലോബലൈസേഷൻ. അപ്പോൾ ഈ പറയുന്നത് പോലെയുള്ള മൈഗ്രേഷൻ, ഇമിഗ്രേഷൻ ഇറ്റ്സ് എ വെരി കോമൺ തിങ്. ആൾക്കാർ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തേടി പോകുന്ന കാലഘട്ടമാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സപ്ലൈ ഡിമാൻഡ് മിസ്മാച്ച് ഉണ്ട്. നമ്മുടെ ഇവിടെ ഒരു വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ളൊരു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നടന്ന ഒരു രാജ്യമാണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് യുവാക്കളുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഡിമാൻഡ്സിനെ മാച്ച് ചെയ്യാൻ പലപ്പോഴും നമ്മുടെ രാജ്യത്തിന് പറ്റണം എന്നില്ല. അപ്പോൾ മൈഗ്രേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു എന്താ പറയണ്ടേ, അതൊരു സ്ട്രാറ്റജി തന്നെയാണ്. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് അവരുടെ എക്കണോമിക് ആൻഡ് സോഷ്യൽ മൊബിലിറ്റിയുടെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അതിന് തീർച്ചയായിട്ടും ഇന്ത്യക്ക് മുൻകാലങ്ങളിൽ തന്നെ നിരവധി ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഹൈ ക്വാളിറ്റി സ്കിൽ സെറ്റ് പുറത്തേക്ക് പോവുകയും പിന്നീട് തിരിച്ചു വരാതിരിക്കുകയും ചെയ്യുന്നത് ഒരു പ്രോബ്ലമായി കണ്ട് തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അത് ഇന്ത്യ ആണെങ്കിലും കേരളമാണെങ്കിലും ഈ പറഞ്ഞ പുറത്തു പോയി തൊഴിൽ നൈപുണ്യം നേടിയ അല്ലെങ്കിൽ തൊഴിൽ അനുഭവം നേടിയ യുവാക്കളെ തിരിച്ചു കൊണ്ടുവന്ന് അവരുടെ എക്സ്പെർട്ടൈസ് നമുക്ക് വേണ്ടി കൂടി ഉപയോഗിക്കാൻ തരത്തിലുള്ള പോളിസീസ് ഡെഫിനറ്റ്ലി നമ്മളത് കൊണ്ടുവരണം. ആൻഡ് പുറത്തുനിന്ന് സ്റ്റുഡൻസ് ഇന്ത്യയിലേക്ക് വരുന്നത് ഒരു വളരെ എന്താ പറയണ്ടേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ മോസ്റ്റ്ലി നമ്മൾ കാണുന്നത് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. ആൻഡ് എല്ലാ സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാംസിൽ യൂറോപ്യൻ കൺട്രീസിൽ നിന്നൊക്കെ പല ആൾക്കാർ വരുന്നുണ്ട്. അത് കൂട്ടാൻ കൂടി നമുക്ക് പറ്റണം. അത് കൂട്ടാൻ കഴിയുന്നത് കൂടുതൽ ഈ പറയുന്നത് പോലെ അക്കാഡമിക് എക്സ്പോഷർ കൊടുക്കാൻ, വേൾഡ് ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ. പലപ്പോഴും നമ്മൾ UPSC-യിലൊക്കെ ആൻസർ എഴുതാറുണ്ട്. നമ്മുടെ ഈ പറയുന്ന R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ നമ്മുടെ എക്സ്പെൻഡിച്ചർ 0.6 ആണ്. അത് 2% ഉയർത്തണം. എഡ്യൂക്കേഷൻ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഒരു 2% ആണ്. അത് കൂട്ടണം. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നടപടികളിലൂടെ ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ എക്കോസിസ്റ്റം കുറച്ചുകൂടെ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ മേ ബി ഒരുപാട് കുട്ടികൾ ഇന്ത്യയിലേക്ക് പഠിക്കാൻ വരുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇന്ത്യയുടേതായ സാധ്യതകൾ കണ്ടെത്തി ആ സാധ്യതകളിലുള്ള ഇൻഡസ്ട്രീസിനെ സ്ട്രോങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ എംപ്ലോയ്മെൻറ്റ് ക്രിയേഷൻ ഇന്ത്യയിൽ തന്നെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ചെയ്യാനും സാധിക്കും. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഈ പറയുന്ന പോലെ മൈഗ്രേഷനെ പ്രൊഹിബിറ്റ് ചെയ്യാനോ ആരും പോകരുത് എന്ന് പറയാനോ അങ്ങനെയല്ല. പോകുന്ന ആളുകളെ അവരെ റൂട്ട് ചെയ്ത് നിർത്തുന്ന കാര്യങ്ങളെ നമുക്ക് കൂടെ കൊണ്ടുവരാൻ പറ്റണം. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഒരു സോഷ്യൽ സെറ്റപ്പാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കേരളത്തിൽ നിന്നുള്ള പ്രത്യേകിച്ച് പെൺകുട്ടികളോട് ചോദിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഫ്രീഡം എന്ന് പറയുന്ന അല്ലെങ്കിൽ നോൺ ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റത്തിൽ ജീവിക്കാനുള്ള ആഗ്രഹമുള്ളവരാണ്. അപ്പോൾ അങ്ങനെ ഒരു നോൺ ജഡ്ജ്മെൻ്റൽ എക്കോസിസ്റ്റം കൂടെ നമ്മളിവിടെ സൃഷ്ടിച്ചെടുക്കാനായിട്ടൊരു സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് കഴിയണം. ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന മത്സരാർത്ഥികൾക്ക് പ്രചോദനാത്മകമാകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മോട് പങ്കുവെച്ച സിദ്ധാർത്ഥിന് നമ്മൾ മീഡിയയുടെ നന്ദി അറിയിക്കുകയാണ്. ഇനിയും ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മലയാളി മനസ്സിന്റെ ദൃശ്യോത്സവം.